ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോയാണ്. ഫൈനലി എൻ്റെ ലാസ്റ്റത്തെ ക്രിസ്മസ് സെലിബ്രേഷനാണ് ഈ ഇയറിലെ. അപ്പോൾ ഈ വിഷ്വൽസ് കണ്ടാൽ അറിയാം ജിമ്മിലെ സെലിബ്രേഷനായിരുന്നു. അപ്പോൾ ഈ ഒരു സെലിബ്രേഷനെ പറ്റി പറയാനാണെങ്കിൽ ഞങ്ങളുടെ ജിമ്മിലെ ട്രെയിനർ കുറച്ചധികം ദിവസം മുമ്പ് തൊട്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് നല്ല കരുതലോടുകൂടി കാത്തിരിക്കുമെന്ന് തോന്നുന്നു. ആൾക്ക് ഭയങ്കര പ്രതീക്ഷയാണ് ഈ ഒരു സെലിബ്രേഷൻ വൻ വിജയമാക്കി തീർക്കണം, അല്ലെങ്കിൽ അടിപൊളിയായിട്ട് എൻഡ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ നടന്നു കേട്ടോ. നല്ല ഫുൾ ഫൺ നിറഞ്ഞൊരു സെലിബ്രേഷനായിരുന്നു. ഞാൻ ചെന്നു, ഇത് രാത്രിയായിരുന്നു കേട്ടോ. ഒരു 7 മണി എന്തോ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ചെന്നു. അപ്പോൾ ഞാൻ അവിടെ മോർണിംഗ് ഷിഫ്റ്റാണ് പോകാറുള്ളത്. അപ്പോൾ അവിടെ എല്ലാ ഷിഫ്റ്റിലുള്ള ആൾക്കാരും ഓൾമോസ്റ്റ് ഉണ്ടായി. വരാൻ പറ്റുന്നവരൊക്കെ ഈ ഒരു പ്രോഗ്രാമിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായി. അപ്പോൾ കുറച്ച് പേരൊക്കെ ഞാൻ പരിചയപ്പെട്ടു, നമുക്ക് അറിയാത്ത ആൾക്കാർ കുറച്ച് പേരൊക്കെ. പിന്നെന്താ, അവിടെ നമ്മുടെ പപ്പാനെ റെഡിയായി. പിന്നെ പപ്പാനിയുടെ കുറച്ച് വിഷ്വൽസൊക്കെ എല്ലാവരും ക്യാപ്ചർ ചെയ്തു. അത് ആ ഒരു മൊമെൻ്റ് വെച്ചായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേന്നായതുകൊണ്ട് തന്നെ കുറച്ചധികം പേർക്കൊന്നും വരാൻ സാധിച്ചിട്ടില്ല. മീൻസ് എൻ്റെ മോർണിംഗ് ഷിഫ്റ്റിലെ കുറവായിരുന്നു ആൾക്കാർ. നൈറ്റ് ഷിഫ്റ്റിൽ കുറേ പേരുണ്ടായി. സോ നമ്മുടെ സെലിബ്രേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടെ ആങ്കർ ചെയ്തത് പൂജ. ഷീ സോ പ്രിറ്റി. അപ്പോൾ ആളാണ് ആങ്കറിങ് ഒക്കെ ഹാൻഡിൽ ചെയ്തത്. ദെൻ കുറച്ച് എന്താ പറയുക, ഫസ്റ്റ് തന്നെ എന്തായിരുന്നു, കേക്ക് കട്ടിങ് ആയിരുന്നു. കേക്ക് കട്ടിങ്ങിലൂടെയാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ റെഡ് ടീഷർട്ട് ഇട്ടതാണ് ഞങ്ങളുടെ ട്രെയിനർ ജിമ്മിലെ. സോ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യമായിട്ട്. കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. എല്ലാം വളരെ വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ ഇവിടെ നടന്നത്. 6:30 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എല്ലാ പ്രോഗ്രാമും ഒരു ഗ്യാപ്പ് വരാണ്ട് തന്നെ നടന്നായിരുന്നു. ദെൻ കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ ഉള്ളതിൽ ഞങ്ങൾ സീനിയേഴ്സ് ആയിട്ടുള്ളവരാണ്. ഇവർ ചാമ്പ്യൻസ് ഒക്കെയാണ് കേട്ടോ. ഐറ്റംസ് ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാൽ ഈ 2 കേക്ക് കട്ട് ചെയ്യുന്നവരും ചാമ്പ്യൻസാണ്. അപ്പോൾ അവരാണ് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്തത്. ക്രിസ്മസിൻ്റെ ക്രീം കേക്ക് ഉണ്ടായി, അതുപോലെ തന്നെ പ്ലം കേക്ക്, എന്തോ സ്പെഷ്യൽ പ്ലം കേക്ക് ഉണ്ടായി, നോർമൽ പ്ലം കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ആദ്യം നമ്മുടെ ക്രിസ്മസ് പപ്പാനിക്ക് തന്നെ കൊടുത്തു. ദെൻ അങ്ങനെ എല്ലാവരും, പിന്നെ അവിടെ ഒരു ജഗ് പുകമയമായിരുന്നു. എല്ലാവരും വന്ന് കേക്കൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ബാക്കി എന്താ പറയുക, വർക്ക് പ്ലേസും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ പോലെ തന്നെ ജിമ്മിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വന്ന കുറച്ച് അധികം പേരാണ് നിങ്ങളീ കാണുന്നത്. സാധാരണ ജിമ്മിലെ സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ മാക്സിമം അവോയ്ഡ് ചെയ്യും, കാരണം അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണവരല്ലായിരിക്കും. പക്ഷേ ഇവിടെ ഇതിലും അറ്റൻഡ് ചെയ്യാൻ വന്ന കുറച്ചധികം ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റിയതിൽ വളരെ ഹാപ്പിയാണ്. ഇതെന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്പെഷ്യൽ എന്തോ പ്ലം കേക്ക്, എനിക്ക് പേര് ഓർമ്മയില്ല, സ്പെഷ്യൽ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ടിങ്ങിന് ടൈമിൽ അവിടെ മൊത്തം എല്ലാവരും നല്ല തിരക്കായിരുന്നു, കാരണം എല്ലാവർക്കും പീസ് കിട്ടുകയും വേണം. അങ്ങനത്തെ ഒരു ടൈമായിരുന്നു. പിന്നെ ആ ടൈമിലും ഓരോരുത്തരായിട്ട് വന്നുണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ 1-2 എന്താ പറയുക കോമ്പറ്റീഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നടത്തണമെങ്കിൽ കേക്ക് കട്ടിങ് കഴിയണം. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു, സംസാരിച്ച് നിൽക്കുന്നുണ്ട്, എന്താ പറയുക, കുറേ പേര് പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കോമ്പറ്റീഷൻ തുടങ്ങിയാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. സോ കോമ്പറ്റീഷൻസൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവർക്കും വൻ സപ്പോർട്ടാണ്. ഒരാളെന്നില്ല,
പാർട്ടിസിപ്പേറ്റ് ചെയ്യണ എല്ലാവരും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളുമായിരുന്നു. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മീൻസ് ആരും മടിച്ച് നിന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. വിളിച്ചവരൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. ഗേൾസ് ഉണ്ടായില്ല കേട്ടോ, ബോയ്സാണ് ചെന്നിരുന്നത്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കണ്ടു നിൽക്കുമ്പോഴും അവരങ്ങനെ മാറി നിൽക്കാണ്ട് ചെന്നതിൽ നമുക്കും നല്ലൊരു സന്തോഷം തോന്നും. ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ഫണ്ണായിരുന്നു അവിടെ മൊത്തം. ഫുൾ ഫണ്ണായിട്ടുള്ളൊരു ഭയങ്കര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ടൈമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിജയികൾ. അവർക്ക് എന്താ പറയുക, പ്രൈസ് കൊടുക്കണ ഒരു മൊമെൻ്റാണിത്. ആ ഒരു ഫസ്റ്റ് കോമ്പറ്റീഷൻ അവിടെ കഴിയുകയാണ്. നമ്മൾ നീങ്ങാൻ പോകുന്നത് നെക്സ്റ്റിലേക്കാണ്. സോ നമ്മുടെ സെക്കൻഡ് കോമ്പറ്റീഷനും ഏറെക്കുറെ ടൈറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആരോ അങ്ങനെ ഇന്നയാളെന്നൊന്നുമില്ല, എല്ലാവരെയും മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടായി. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയില്ലാണ്ട് എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിരുമ്പോൾ നമുക്ക് തന്നെ നല്ലൊരു ഒരു ഫ്രഷ് ഫീലിംഗ് നമുക്ക് കിട്ടും. സോ നമ്മുടെ കോമ്പറ്റീഷൻ ഏറെക്കുറെ കഴിഞ്ഞു. ദിസ് ഈസ് ദ വിന്നർ. സോ എന്താ പറയുക, അപ്പോഴത്തേക്കും ഒരുവിധം ടൈമായി, ഇറങ്ങാനുള്ള ടൈമായി. ഇറങ്ങി. രാത്രി ആയിരുന്നല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് ഇറങ്ങി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.